മുകളിലേക്ക് പറക്കുന്ന ബലൂൺ. ഐ ലവ് ഇറ്റ്. ഓ ആശാനെ, ആശാൻ ബലൂൺ വാങ്ങാൻ പോവുകയാണോ? എങ്കിൽ വാ, നമുക്ക് പോയി പാടി കാശുണ്ടാക്കാൻ നോക്കാം. പോടാപ്പാ, അവന്റെ ഒരു കാര്യം. എനിക്ക് വേണ്ടത് ബലൂൺ അല്ല, എനിക്ക് വേണ്ടത് ആ ഗ്യാസ് സിലിണ്ടർ ആണ്. ഗുരുവിനെയും പോലെയും നിരന്തരമായി ഗ്യാസ് ആക്കാൻ വേണ്ടി. വിഷും വിഷും അത് സംഭവിച്ചാൽ ഡിഷും ഡിഷും. എങ്ങനെയുണ്ട് എന്റെ പ്ലാൻ? നീ വേണമെങ്കിൽ നോക്കിക്കോ എന്റെ പോലെ മോനെ. ഒരു ദിവസം നീ വളരെ ഉയർന്ന സ്ഥലത്തെത്തി തീരും. അങ്ങ് എന്നെക്കാട്ടിലും ഉയരത്തിലെത്തും ഗുരു. എവിടെ പോയാലും ജനങ്ങൾ അങ്ങയോട് പറയും ഗുരു മുന്നേറെന്ന്. ശരി, വാ ഉറങ്ങാൻ നോക്കാം. 1 2 3. ഓ എന്റെ ആശാനെ, അതിനകത്തുണ്ടായിരുന്ന ഗ്യാസ് മുഴുവനും പോലെ അകത്താക്കി. ഇനി ഗുരുവിനെ നമ്മൾ എങ്ങനെ ബലൂൺ പോലെ പറപ്പിക്കും? ഒരു പ്രശ്നവുമില്ല. പോലെയില്ലെങ്കിൽ ഗുരു ഒന്നുമല്ല. പോലെ പോയി കഴിഞ്ഞാൽ ഗുരുവിനെ ഇല്ലായ്മ ചെയ്യുക വളരെ എളുപ്പമാണ്. ബോലെ, ഈ ബോലെ എവിടെ പോയി? എനിക്ക് മുമ്പേ ഒരിക്കലും അവൻ എണിക്കില്ല. അവൻ എവിടെ പോയി? ബോലെ, എടാ ബോലെ, നീ എവിടെ പോയടാ ബോലെ? ഒരു മുறை வந்து பார்ப்பாயா போலே, ஒரு முறை வந்து பார்ப்பாயா நீ? ഗുരുവും പോലെയും തമ്മിലുള്ള അകലം ഇന്ന് ഭൂമിക്കും ആകാശത്തിനുമുള്ള അകലമായി മാറിയിരിക്കുന്നു. പോടാപ്പാ, ഭൂമിയും ആകാശവും തമ്മിലുള്ള അകലമാണത്ര. ബോലെ, നിന്നെ കണ്ടില്ലെങ്കിൽ ഈ ഗുരു കരയെന്നുള്ള കാര്യം നിനക്ക് അറിയില്ലടാ ബോലെ. घर 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 घर, अरे कहाँ से घर घर? अरे भोले तू कहाँ? ओए भोले तू कहाँ? अरे भोले भोले तू कहाँ? भोले भोले, अरे भोले भोले तू कहाँ? भोले 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 तू कहाँ? भोले भोले, अरे भोले भोले तू कहाँ? भोले भोले. നീ എവിടെ പോയടാ എന്റെ പോലെ? ചരിത്രത്തിൽ ആദ്യമായാണ് ഗുരു പാടി ബോലെ നൃത്തം ആടാത്തത്. എന്റെ പോലെ, നീ എവിടേക്കാടാ പോയത്? ബോലെ, ഒന്ന് പെട്ടെന്ന് തിരിച്ചു വാ. ഗുരു ഞാൻ ഇവിടെയാ. എന്റെ ചക്കരക്കുട്ട, ഇവിടെ എന്ന് പറഞ്ഞാ എവിടെയാ? അങ്ങടെ തലയുടെ നേരെ മുകളില്. നീ ബലൂണിനെ പോലെ ഇത്രയും ഉയരത്തിൽ എങ്ങനെയാടാ എത്തിച്ചേർന്നത് എന്റെ പോലെ? അങ്ങല്ലേ എന്നോട് പറഞ്ഞത് ഞാനൊരു ദിവസം വളരെ ഉയരത്തിലെത്തുമെന്ന്. ഗുരു നിങ്ങൾ പറഞ്ഞത് സത്യമായി. കണ്ടോ ഞാൻ എത്ര ഉയരത്തിലാ എത്തിയത്? ഞാൻ പറഞ്ഞതൊക്കെ ശരിയാ, പക്ഷെ ഇത്രയും ഉയരം ഞാനും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഗുരു ഇത്ര ഉയരത്തിലെത്തിയിട്ട് എനിക്ക് തിന്നാനൊന്നും കിട്ടുന്നില്ല. ഗുരുവിന് നന്നായിട്ട് അറിയാന്നുള്ളതല്ലേ, രാവിലെ ഉറങ്ങി എണിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തോരം വിശപ്പുണ്ടാവാറുണ്ടെന്ന്. എന്റെ കുട്ട, നീ ഒട്ടും വിഷമിക്കണ്ട. കഴിയുന്നത്ര വേഗം നിന്നെ ഞാൻ താഴത്തെത്തിച്ചിരിക്കും. പക്ഷെ അതിനു മുമ്പ് നിന്റെ വിശപ്പടക്കാനുള്ള മാർഗം ഈ ഗുരു കണ്ടുപിടിക്കട്ടെ എന്റെ പുന്നാരക്കുട്ട. കാറ്റിൽ ഇങ്ങനെ പറന്ന് നടക്കാൻ നല്ല രസമുണ്ട്. ഇത്രയും പൊങ്ങിയപ്പോ എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ ഞാൻ പറക്കാണെന്ന്. കലക്കി ഗുരു, അങ്ങ് എന്റെ ഒപ്പം കഴിക്കാൻ വേണ്ടി മുകളിലേക്ക് വന്നതാണോ ഗുരു? നിന്നോടൊപ്പം കഴിക്കാൻ വേണ്ടി വന്നതല്ല, നിന്നെ താഴോട്ട് കൊണ്ടുപോകാൻ വന്നതാ. ഈ ഹൂക്കും കയറും വെച്ച് നിന്റെ വയറിന് ചുറ്റും ഞാൻ നന്നായി കെട്ടും. എന്നിട്ട് അതിന്റെ സഹായത്തോടെ നമ്മൾ താഴെ പോകും. ഓ എന്റെ ആശാനെ, കണ്ടില്ലേ അങ്ങയുടെ ഈ പ്ലാനും കൊളായിരിക്കുക. ഗുരു ബോലയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇനി എന്തായാലും ഗുരു ബോലയെ തീർച്ചയായും രക്ഷിക്കും. ഈ
മൈക്കിൾ ലാൽ ജയകൃഷ്ണൻ ഒരു കെണി ഒരുക്കി കഴിഞ്ഞാൽ ഈ ഗുരുവെന്നല്ല അവന്റെ ഗുരു വന്നാൽ പോലും അതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല. ഔ! ഔ! അങ്ങോട്ട് നോക്കിയ ഗുരു, ആ എയറോപ്ലെയിൻ എനിക്ക് ഹൈഫൈ തരാൻ വേണ്ടി വരിക. പോലെ എല്ലാം തീർന്നടാ. ഓ, ആ പ്ലെയിൻ എനിക്കൊരു ഹൈഫൈ കൊടുക്കാൻ പറ്റിയില്ല. ഗുരു, അങ്ങ് എവിടേക്കാ പോയത്? ഞാൻ ഇവിടെ ഉണ്ടടാ എന്റെ പോലെ. അവസാനം നിന്റെ കാല് പിടിക്കേണ്ട ഗതികേട് വന്നല്ലടാ എനിക്ക്. ഗുരു, അങ്ങ് കാല് പിടിച്ച് അപമാനിക്കരുത്. അങ്ങേ ഞാൻ പൂജിക്കുന്നതാ. എന്റെ കാലിന്ന് വിടൂ, എന്റെ കാലിന്ന് വിടു ഗുരു. എടാ, നിന്റെ കാലേന്ന് ഞാൻ പിടിവിട്ട എന്നെ മോളിൽ നിന്ന് കാലം വന്ന് പിടിച്ചോണ്ട് പോവൂടാ. ഇനി നമ്മളെ രക്ഷിക്കാൻ ആരുണ്ടെന്ന് അറിയുന്നില്ലല്ലോ. നിങ്ങളെ സഹായിക്കാൻ മുകളിൽ നിന്നും ആരും വരാൻ പോകുന്നില്ല. പക്ഷേ താഴെ നിന്നും സഹായവുമായി മേജർ വരും. സാവധാൻ. ടോമി, കുറച്ച് ലെഫ്റ്റ്, കുറച്ച് റൈറ്റ്, ലെഫ്റ്റ്, റൈറ്റ്. ലക്ഷ്യം വെച്ചോ. ഫയർ. ടോമി, ടാങ്, ഞങ്ങൾ എത്രയും പെട്ടെന്ന് താഴേക്ക് വലിക്കേ. താഴേക്ക് വലിക്കേ. ഓ ആശാനെ, ഇപ്പൊ അവസാനം കളി മാറിയത് അങ്ങ് തന്നെ കണ്ടില്ലേ? മേജർ തക്ക സമയത്ത് വന്ന് അവരെ രക്ഷിക്കുകയും ചെയ്തു. രക്ഷപ്പെടുത്തിയാൽ എന്ത്? അടുത്തത് കണ്ടോ? അവരെ രക്ഷിക്കാനായി പോയ മേജർ സാർ എന്നെ രക്ഷിക്കൂ രക്ഷിക്കൂ എന്നും പറഞ്ഞ് വിളിക്കും. ഓടപ്പാ, രക്ഷിക്കൂ എന്ന് വിളിക്കൂ അത്ര. എന്റെ പൊന്ന് മേജർ സാറേ, താഴോട്ട് എന്നെ വലിച്ച നമ്മുടെ പണി തീരും തീർച്ച. എന്റെ ഈ ഒറ്റ കൈയും പിടിച്ചോണ്ട് എത്ര നേരം തൂങ്ങി നിൽക്കാൻ കഴിയുമെന്ന് എനിക്ക് തന്നെ ഒരു പിടിയും ഇല്ല. ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ ഞങ്ങളെ ഫ്രണ്ട്സിന് ഒരു ആപത്തും വരാൻ പാടില്ല. അല്ലേ റോളി? അതെ ഹസ്ലി. ഓ എന്റെ ആശാനെ, എന്തായാലും അവസാനം ഗുരു തന്നെ ജയിച്ചു. പക്ഷികൾ ധാന്യം കഴിക്കുന്നിടത്തോളം കാലം മൈക്കിൾ ലാൽ ജയകൃഷ്ണന്റെ വിജയത്തിൽ നിനക്ക് യാതൊരു സംശയവും വേണ്ട. ഔ! എന്റെ പൊന്നു പോലെ, നിന്നെ എങ്ങനെ ഞാൻ താഴെ എത്തിക്കും? അങ്ങോട്ട് നോക്കൂ, ആ എയറോപ്ലെയിൻസ് എല്ലാം പോലെ നോക്കിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയാൻ മറന്നു. ഇന്ന് എയർഫോഴ്സിന്റെ എയർ ഷോ ആണ്. മേജർ സല്യൂട്ട് ചെയ്യാൻ പോകുന്നു. കൊള്ളാം, ഇത്ര മാത്രം എയറോപ്ലെയിൻസോ? എല്ലാത്തിനും ഞാൻ ഹൈഫൈ കൊടുക്കാൻ പോവാ. എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്ത് ചെയ്യും? തക്കതിം തക്കതിം താളം കൊട്ടി ഗുരുപാടി പോലെ നൃത്തം മാടി. ना जा रे बंधु ना जा, ना जा रे बंधु ना जा, बंधु रे बंधु ना जा, ना जा, ना जा, ना जा. उड़ उड़ के ना जाओ रे बंधु, उड़ उड़ के ना जा, उड़ उड़ के ना जाओ रे बंधु, उड़ उड़ के ना जा. मुड़ मुड़ के आ जा रे बंधु, मुड़ मुड़ के आ जा, उड़ उड़ के ना जा रे बंधु, उड़ उड़ के ना जा, ना जा. ഭൂമിയിലേക്ക് സ്വാഗതം. എന്തായാലും പ്ലെയിനിന് ഹൈഫൈ കൊടുക്കാൻ പറ്റിയില്ല. ഇനി എന്നാ നിങ്ങൾക്കെല്ലാം ഞാനൊരു ഹൈഫൈ തന്നേക്കാം. എന്റെ ബോലയെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാരും സഹായിച്ചതിൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്.
ഗുരു ഞാനും അങ്ങയോട് ഒരുപാട് നന്ദി പറയണം. എനിക്ക് വളരെ പ്രിയപ്പെട്ട എന്റെ പോലെ സൗഹൃദത്തിൽ ഒരിക്കലും നന്ദിയും പറയാൻ പാടില്ല, ക്ഷമയും ചോദിക്കാൻ പാടില്ല.